ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, പിന്നെ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. അന്ന് മുനിസിപ്പൽ ടാക്സ് പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്തിക്ക് ചെയ്താൽ ലോക്കൽ ബോഡി ആയിക്ക് അടച്ച ടാക്സ് ഡിഡക്റ്റ് ചെയ്താൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ ഡിഫറെൻറ്റ് കേസസ് ആണ്. ഓരോ കേസസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് കണ്ടീഷൻ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ആൻഡ് വാസ് വാക്കൻറ്റ് ഡ്യൂറിങ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. അതായത് നമ്മൾ വീട് എപ്പോഴും എന്താണ് വാടകക്കാർ കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ എന്താണ് വാക്കൻ്റായി കിടക്കും. അങ്ങനത്തെ കണ്ടീഷനിൽ എന്താണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, ഇഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഈസ് വേക്കൻറ്റ് ഫോർ ദി ഫുൾ ഇയർ ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് നിൽ. ആ വർഷം ഫുള്ള് വേക്കൻ്റാണ്, ആരും പിന്നെ അതിൽ റെൻറ്റൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. നമ്മൾ വാടകയ്ക്ക് നമുക്ക് പോയിട്ടില്ല, പിന്നെ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷെ നമുക്ക് എന്താണ് ആളെ കിട്ടിയിട്ടില്ല. ദെൻ പിന്നെ if the property is let and was vacant during any part of the year, gross annual value will be calculated by deducting rent for the vacancy period. നമ്മൾ പക്ഷേ വാടകയ്ക്ക് പിന്നെ കൊടുത്തതാണ്, പക്ഷേ എന്താണ് കുറച്ച് കാലം ആ ഇയറിൻ്റെ ഒരു കുറച്ച് പാർട്ട് എന്താണ് വാക്കൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് റെൻറ്റ് ഫോർ ദി വേക്കൻസി പീരീഡ്. വേക്കൻസി പീരീഡ് ആ ഒഴിവുള്ള കാലത്തിൻ്റെ റെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എന്തായിട്ട് വരുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. ദെൻ ഇഫ് ദ ആക്ച്വൽ rent received or receivable for let out period is less than the expected rent owing to such vacancy, the actual rent received or receivable will be the gross annual value. അതായത് ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്തത്, നമ്മൾ വാടകയ്ക്ക് കൊടുത്തതിന് ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ളത് ലെസ് ദാൻ എക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും ചെറുതാണ്, നമുക്ക് അത്രേ കിട്ടിയിട്ടുള്ള ആക്ച്വൽ റെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആക്ച്വലി നമുക്ക് എത്രയാണോ കിട്ടിയത് ആ എമൗണ്ടാണ്. അതായത് നമ്മൾ പിന്നെ ഗ്രോസ് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വേക്കൻ്റ് വന്നിട്ടുണ്ട്, കുറച്ച് മാസങ്ങളിൽ വേക്കൻ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ നമുക്ക് എത്രയാണോ കിട്ടിയത് ആ എമൗണ്ടാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഗ്രോസ് ആനുവൽ വാല്യൂ കൺസിഡർ ചെയ്യുക. ഇനി ഫുള്ള് ഇയറിൽ എന്താണ് അത് വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്, 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ മനസ്സിലാവും. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 1,20,000 പെർ ആനം, ആക്ച്വൽ റെൻറ്റ് 14,000 പെർ മന്ത്. അപ്പോൾ ഇൻറ്റു 12 ചെയ്യണം അല്ലേ. ദെൻ ഫെയർ റെൻ്റൽ വാല്യൂ 1,32,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,38,000 പെർ ആനം. ഫസ്റ്റ് കണ്ടീഷൻ, ദ ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ ദി ഫുൾ ഇയർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഹൗസ് മൊത്തത്തിൽ വേക്കൻ്റ് ആണ്, വാടക ഒന്നും വന്നിട്ടില്ല. ദെൻ ഇഫ് ദ ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ 2 months ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, 2 മാസം എന്താണ് പിന്നെ വേക്കൻ്റ് ആണ്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് ഓഫ് ദ ഹൗസ് ഈസ് 8,000 പെർ മന്ത് ആൻഡ് വാസ് വേക്കൻറ്റ് ഫോർ 2 months. ഇവിടെ ആക്ച്വൽ റെൻറ്റ് നമുക്ക് 14,000 പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യന് മുകളിൽ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഈ റെൻറ്റ് പ്രകാരം എന്താണ് പിന്നെ 2 മാസം എന്താണ് വേക്കൻസി വന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെൻറ്റ് നമുക്ക് 8,000 കിട്ടിയിട്ടുള്ളൂ, അതും 2 മാസം എന്താണ് വേക്കൻസി വന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ ദി ഫുൾ ഇയർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ 2019-20. രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ 2 months ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ 2019-20. മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് ഓഫ് ദ ഹൗസ് ഈസ് 8,000 പെർ മന്ത് ആൻഡ് വാസ് വേക്കൻറ്റ് ഫോർ 2 months. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, ദ ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ ദ ഫുൾ ഇയർ അല്ലേ. ഫുൾ ഇയർ വേക്കൻ്റ് ആണ്, ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം, ഇഫ് ദ ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ 2 months ഇൻ ദ പ്രീവിയർ, 2 മാസം എന്താണ് വേക്കൻ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 1,20,000. ആക്ച്വൽ റെൻറ്റ് പിന്നെ 14,000 പെർ മന്ത് ആണ്. അപ്പോൾ 14,000 പെർ മന്ത് ആക്ച്വൽ റെൻറ്റ് പെർ മന്ത് ആണ്. അപ്പോൾ ഇൻറ്റു 12 ചെയ്താൽ എന്തായി 1,68,000 കിട്ടും അല്ലേ. ഫെയർ റെൻ്റൽ വാല്യൂ 1,32,000. സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,38,000 പെർ ആനം. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഫെയർ റെൻറ്റിനായിട്ടും കമ്പയർ ചെയ്യും, അതിൽ നിന്ന് വലിയ എമൗണ്ട് എടുക്കും. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റിനായിട്ടും കമ്പയർ ചെയ്യും, അതിൽ നിന്ന് ചെറിയ എമൗണ്ട് എടുക്കും. ഇവിടെ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 1,20,000, ദെൻ ഫെയർ റെൻ്റൽ വാല്യൂ 1,32,000. രണ്ടും കൂടി കമ്പയർ ചെയ്തു. അതിൽ ഹയർ എമൗണ്ട് ഏതാ 1,32,000 അത് സെലക്ട് ചെയ്തു. പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ 1,38,000, അതിന് നമ്മൾ എന്ത് ചെയ്യുക ചെറിയ എമൗണ്ട് എടുത്തു. അങ്ങനെ 1,32,000 ആണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ നമ്മൾ ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത് 1,40,000. 1,40,000 എങ്ങനെ കിട്ടുന്നത്? ഇത്ര ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? 2 മാസം വേക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 10 മാസമേ വാടക കിട്ടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. 14,000 ഇൻറ്റു 10, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി 14,000 ഇൻറ്റു 12. ദെൻ പിന്നെ 2 മാസത്തെ വാടക കുറക്കുക. 12ൻ്റെ 2 മാസത്തെ വാടക കുറക്കുക. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ 1,68,000 കിട്ടും. ഇൻറ്റു 12 ചെയ്യുമ്പോൾ 28,000 കുറക്കുക, ബാക്കി 1,40,000 കിട്ടും. അല്ലെങ്കിൽ 10 മാസത്തെ വാടക കിട്ടിയിട്ടുള്ളൂ, ഒരു മാസം 14,000 ഇൻറ്റു 10 അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ വലിയ എമൗണ്ട് അതാണ് സെലക്ട് ചെയ്യുക. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 1,32,000 കിട്ടി. ആക്ച്വൽ റെൻറ്റ് 1,40,000, അതിന് വലിയ എമൗണ്ട് 1,40,000. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താണ് വേക്കൻസി പീരീഡ് കൺസിഡർ ചെയ്തിട്ടും ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്ത് ആക്ച്വൽ റെൻ്റാണ് എന്ത് കിട്ടുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,40,000. ദെൻ പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞതാണ് അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ ഹൗസ് പിന്നെ ഇഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഈസ് വേക്കൻറ്റ് ഫോർ ദ full year gross annual value is nil. Second condition, if the property is let and was vacant during any part of the year, gross annual value will be calculated by deducting rent for the vacancy period. Vacancy period rent deduct ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ലെറ്റ് ഔട്ട് പീരിയഡ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓവിങ് ടു സച്ച് വാക്കൻസി, ദ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ് കിട്ടുന്നത് അല്ലേ. മൂന്നാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക, ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ് അല്ലേ. പിന്നെ വേക്കൻസി ഉണ്ട് താനും. അങ്ങനത്തെ കണ്ടീഷനിലാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്യുന്ന ആ എമൗണ്ടാണ് എന്ത് വരുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുക, ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് ഓഫ് ഹൗസ് ഈസ് 8,000 പെർ മന്ത്. എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇതിൻ്റെ സെയിം വീട് തന്നെയാണ്, എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണല്ലോ. എക്സ്പെക്റ്റഡ് റെൻറ്റ് നമുക്കറിയാം 1,32,000. നമ്മൾ ഫെയർ റെൻറ്റൽ മുനിസിപ്പൽ റെൻറ്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, വലിയ എമൗണ്ട് എടുക്കുക, അതിനെ സ്റ്റാൻഡേർഡ് റെൻറ്റായിട്ട് കമ്പയർ ചെയ്യുക, ചെറിയ എമൗണ്ട് എടുക്കുക, അതാണ് എന്ത് വരുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റൽ വാല്യൂ. ആ എക്സ്പെക്റ്റഡ് റെൻറ്റൽ വാല്യൂവിനേക്കാളും ചെറുതാണ് ഇവിടെ ആക്ച്വൽ റെൻറ്റ്. ആക്ച്വലി നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ 8,000 ഒരു മാസം കിട്ടുന്നുള്ളൂ. അതിൽ തന്നെ എന്താണ് 2 മാസം ആളില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 80,000 ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ ആക്ച്വൽ റെൻറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്താ എടുക്കുക, ഈ ആക്ച്വൽ റെൻറ്റാണ് നമ്മളിവിടെ ഇതെടുക്കുക. ആക്ച്വൽ റെൻറ്റാണ് ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഏറ്റെടുത്തത്. ഇവിടെ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ കണ്ടീഷനിൽ എന്താണ് ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ്. പിന്നെ വേക്കൻസി ഉണ്ട് താനും, 2 മാസം വേക്കൻസി ഉണ്ട്. അങ്ങനത്തെ കേസിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്യുന്നതാണ് എന്തായിട്ട് വരുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കേസിൽ പക്ഷേ വേക്കൻസി ഉണ്ടെങ്കിലും ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കൂടുതലാണ്. എക്സ്പെക്റ്റഡ് റെൻറ്റൽ വാല്യൂ 1,32,000 ആയിരുന്നു. ആക്ച്വൽ റെൻറ്റ് പിന്നെ വേക്കൻസി ഉണ്ടായിട്ട് പോലും 1,40,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വൽ റെൻറ്റ് അവിടെ വലിയ എമൗണ്ടായിട്ട് നമ്മൾ എടുത്തതാണ്. പക്ഷേ ഇവിടെ എന്താണ് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ്, വേക്കൻസി ഉണ്ട് താനും. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്തത്, ആ
ആക്ച്വലി എത്രയാണോ എമൗണ്ട് കിട്ടിയത് അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ പിന്നെ കൺഫ്യൂഷനൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നല്ലോണം നോക്കിയൊന്ന് മനസ്സിലാക്കുക, പ്രോബ്ലം എഴുതുക, നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ സ്വന്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് സംശയമുള്ളവർക്ക് ചോദിക്കാം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? ഗ്രോസ് ആനുവൽ വാല്യൂ, GAV എന്ന് പറയുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ആൻഡ് വാസ് വേക്കൻറ്റ് ഡ്യൂറിങ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. രണ്ടാമത്തെ കണ്ടീഷൻ, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ഇപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ സ്വന്തം വീട്ടാവശ്യത്തിന് സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഈ ടാക്സ് പേ ചെയ്യുന്ന ആളും അതിൻ്റെ പേരൻറ്റും അതിൻ്റെ പിന്നെ വൈഫും അതിൻ്റെ കുട്ടികളും, ഇനി വൈഫ് ആവട്ടെ അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ സ്പൗസ് അതായത് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള വീടിനാണെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട്. ആ വീട് പകുതി നമ്മൾ താമസത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പാർട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വാടക കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ കേസിലാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നോക്കുക. സം ടൈംസ് എ ഹൗസ് മേ ബി പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് ബൈ ദ ഓണർ ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ. പകുതി ഓണർ താമസിക്കും, പകുതി ലെറ്റ് ഔട്ട്, ഒരു പാർട്ട്, പകുതി എന്നല്ല ഒരു പാർട്ട് കേട്ടോ. അതിൽ രണ്ട് കണ്ടീഷൻ നോക്കുക, A, B. If units are inseparable, it is considered as one house and no benefit of self-occupation is allowed. യൂണിറ്റ് ഇൻസെപ്പറേബിൾ ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആ പാർട്ട് വാടകയ്ക്ക് കൊടുത്തതും അല്ലാത്ത എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ കേസിൽ നമുക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആനുവൽ വാല്യൂ നില്ലായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു പിന്നെ ഇത് ഇവിടെ കിട്ടുന്നതല്ല. ആനുവൽ വാല്യൂ നമ്മൾ ഫുള്ള് ഹൗസ് എന്തായിട്ട് കൺസിഡർ ചെയ്യും, വാടകയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ രണ്ടാമത്തെ, ഇഫ് യൂണിറ്റ്സ് ആർ സെപ്പറേബിൾ ഈച്ച് യൂണിറ്റ് ഓർ പാർട്ട് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഹൗസ് ആൻഡ് ബെനിഫിറ്റ്സ് ദെയറോൺ ഈസ് പ്രൊവൈഡ്. ഇനി രണ്ടും നമുക്ക് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ട് സ്വന്തം വീട്ടാവശ്യത്തിന്, അപ്പോൾ അതിന് ഗ്രോസ് ആനുവൽ വാല്യൂ 0 ആയിട്ട് നില്ലായിട്ട് കൺസിഡർ ചെയ്യാം, മറ്റിത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്. അതിൽ ഫസ്റ്റ് വൺ, ഹാഫ് ഓഫ് ദ ഹൗസ് ഈസ് സെൽഫ് ഒക്കുപ്പൈഡ്, ഹാഫ് ഓഫ് ദ ഹൗസ് ലെറ്റ് ഔട്ട് for ₹10,000, മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ ഹൗസ് ഈസ് 2 lakh, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് അറ്റ് റേറ്റ് ഓഫ് 20%. അപ്പോൾ ഹാഫ് ഓഫ് ദ ഹൗസ് പകുതി സെൽഫ് ഒക്കുപ്പൈഡ് ആണ്, പകുതി വാടക കൊടുത്തിട്ടുണ്ട് 10,000-ന്, മുനിസിപ്പൽ വാല്യൂ 2 ലക്ഷമാണ്, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത് മുനിസിപ്പൽ വാല്യൂവിൻ്റെ 20% കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പോർഷൻ ഇല്ലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെറ്റ് ഔട്ട് പോർഷൻ അല്ല വാടക കൊടുത്ത പോർഷൻ, അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എത്ര കിട്ടുന്നത് 10,000. ആ 10,000 × 12 1,20,000. നമ്മൾ ടാക്സിലെല്ലാം ഇയർക്കാക്കും, കാരണം നമ്മൾ ഒരു April to March 31 വരെയുള്ള ഇൻകത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇയർക്ക് കൺവേർട്ട് ചെയ്യണം. × 12 അപ്പോൾ 1,20,000 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്താണ്, ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് 1 lakh. അതായത് ഇവിടെ 2 ഐറ്റമാണുള്ളത്, ഒരു മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, ഒരു ആക്ച്വൽ റെൻ്റ് ഉണ്ട്. അപ്പോൾ മുനിസിപ്പൽ വാല്യൂവിന് ഫെയർ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യാനോ സ്റ്റാൻഡേർഡ് റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യാനോ ഒന്നുമില്ല, ഒരേ ഒരു ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യാനാണുള്ളത്. ഇവിടെ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് അതാണ്, ആ മുനിസിപ്പൽ വാല്യൂ ആണ് നമ്മളപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്, മൊത്തം വീടിൻ്റെ ആണ്. പകുതി നമ്മൾ സ്വന്തം ആവശ്യത്തിന്, പകുതി വാടകയ്ക്കാണ്. അപ്പോൾ പകുതി എടുത്താൽ മതി അല്ലേ. എക്സ്പെക്റ്റഡ് റെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ് ഔട്ട് പോർഷന് 2 ലക്ഷത്തിൻ്റെ പകുതിയല്ലേ വരുള്ളൂ, മൊത്തം വീടിനാണ് 2 ലക്ഷം. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തതിന് മാത്രമാകുമ്പോൾ എന്താണ്, പകുതി എടുത്താൽ മതി. അപ്പോൾ 1 ലക്ഷവും 1,20,000 നമ്മൾ കമ്പയർ ചെയ്യുന്നത്. 1 ലക്ഷം എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. 1,20,000 എങ്ങനെ കിട്ടി, 10 × 10,000 × 12. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് അതിൽ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്, ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്ന
1,20,000 ആണ്. ആ 1,20,000 നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറക്കണം. മുനിസിപ്പൽ ടാക്സ് എത്ര വരും ശരിക്ക്? 20,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 40,000 വരും. അത്രയൊന്നും എന്താണ് നമ്മൾ കൊടുക്കണ്ട, പകുതി കൊടുത്താൽ മതി. പകുതി സ്വന്തം വീടിൻ്റെ ആണ് അല്ലേ. അപ്പോൾ 40,000-ൻ്റെ പകുതിയാണ് ഇവിടെ 20,000 സെലക്ട് ചെയ്ത്. അപ്പോൾ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചത്. അവിടെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻ്റ് 1000 കിട്ടിയത് 1,00,000 കിട്ടിയത് മനസ്സിലാക്കണം. മൊത്തം വീടിൻ്റെ ആണ് 2,00,000, പകുതിയാണ് ലെറ്റ് ഔട്ടുള്ളൂ, പകുതി സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. അപ്പോൾ 1,00,000 എടുത്തു. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ ആയ 2,00,000-ൻ്റെ 20%. പക്ഷേ പകുതി ലെറ്റ് ഔട്ടുള്ളൂ അല്ലേ, പകുതി സ്വന്തം ആവശ്യത്തിന് വാടക കിട്ടുന്ന ആ വീടിൻ്റെ മാത്രമേ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതിയായ 20,000 എടുത്തു. മൊത്തം ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 1,00,000 ആണ്. ഇത് നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണെങ്കിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ നോക്കാം. അതായത് ഒരാൾക്ക് കുറേ വീടുണ്ടെങ്കിൽ 2 വീട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? ലെറ്റ് ഔട്ടായിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ നിയമപ്രകാരം ഒറ്റ പ്രോപ്പർട്ടി സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് വാടകയ്ക്ക് കൊടുത്തതായിട്ട് നമ്മൾ ഉള്ള ഇതിൽ നിന്ന് വന്നിട്ട്. പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം 2 വീട് വരെ എന്ത് ചെയ്യാം? ലെറ്റ് ഔട്ടായിട്ട് ഇതായിട്ട് കാണിക്കാം. സെൽഫ് ഓക്കുപ്പൈഡ് 2 വീട് നമുക്ക് സ്വന്തം ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കാം. ബാക്കിയുള്ള വീട് നമുക്ക് ലെറ്റ് ഔട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. മിസ്റ്റർ ശങ്കർ ഈസ് ദ ഓണർ ഓഫ് 3 ഹൗസസ് വിച്ച് യൂസസ് ഫോർ ഹിസ് റെസിഡൻഷ്യൽ പർപ്പസസ്. 3 വീടുണ്ട്, 3 അയാൾ എന്ത് ചെയ്യാണ്? സ്വന്തം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഹൗസിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 2,40,000, സെക്കൻഡ് ഹൗസിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 24,000, തേർഡ് ഹൗസിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 1,20,000. മുനിസിപ്പൽ ടാക്സ് 10% പേ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം 2,400, 400, 7,000 ഫോർ ദി ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഹൗസ് റെസ്പെക്റ്റീവ്ലി. ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് ഇൻഷൂർ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇയാൾക്ക് 3 വീടുണ്ട് എന്നാണ് പറയുന്നത്. 3ഉം സ്വന്തം ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു 3 വീട് എന്താണ് ഒരാളെ അണ്ടറിൽ വരാൻ പാടില്ല, ഒരാളെ അണ്ടറിൽ സ്വന്തം ആവശ്യത്തിന് 2 വീടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എന്താണ് നമ്മൾ ഇതായിട്ട് കൺസിഡർ വാടകയ്ക്ക് കൊടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഹൗസ് 2,40,000 ഫെയർ റെൻ്റൽ വാല്യൂ. അപ്പോൾ അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തതായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് നഷ്ടമാവും. സെക്കൻഡ് ഹൗസ് നോക്കി ആകെ 24,000 ഉള്ളൂ. അപ്പോൾ അത് വാടക കൊടുത്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഇൻകം എപ്പോഴും നമ്മൾ റെഡ്യൂസ് ചെയ്ത രീതിയിൽ കൊടുക്കാനാണ് നമുക്ക് താല്പര്യം, നമ്മൾ ടാക്സിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേർഡ് എന്ന് പറയുമ്പോൾ 1,20,000. അപ്പോൾ ഫസ്റ്റത്തെ വീട് നമ്മൾ എന്ത് ചെയ്യുക? സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നില്ല്. ആ 3 വീടുണ്ട്, 2 സെൽഫ് ഓക്കുപ്പൈഡ് പറ്റുള്ളൂ നിയമപ്രകാരം. 1 വാടകയ്ക്ക് കൊടുത്തതായിട്ട് നമ്മൾ ഇതാക്കണം, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടായി കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ 2,40,000. അതിന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് 2,400, 10% കൊടുത്തിട്ടുണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആനുവൽ വാല്യൂ 21,600. ഇപ്പോൾ തേർഡ് ഹൗസിൻ്റെ അറിയുമ്പോൾ നില്ല്. കാരണം നമ്മൾ എന്താണ് 3 വീടിൽ 2 സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റും തേർഡും നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. സെക്കൻഡ് നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, അതിന് മാത്രം മുനിസിപ്പൽ ടാക്സ് നമ്മൾ പേ ചെയ്തു. മറ്റൊന്ന് മുനിസിപ്പൽ ടാക്സ് നമ്മൾ കുറക്കേണ്ട ആവശ്യമില്ല, സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. പിന്നെ ഈ അസസ് ഫസ്റ്റും തേർഡ് ഹൗസും ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കാണിക്കുന്നത് സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട്. മറ്റ് സെക്കൻഡ് എന്താണ്? അതാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് കാണിക്കുന്നത്. കാരണം ഫെയർ റെൻ്റൽ വാല്യൂ കുറവുള്ളത് കാണിക്കാം എന്നുള്ളൊരു ഇതാണ്.
പിന്നെ നമ്മളെ പിന്നെ വീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു വിചാരിക്കുക. ഏതിന്? നമ്മൾ താമസിക്കാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് പ്രകാരം അതെന്താണ്? വേക്കൻ്റാണ്. വേറെ എവിടെയെങ്കിലും താമസിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ വീടിൻ്റെയും ആനുവൽ വാല്യൂ എന്താണ്? നില്ലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് റിമൈനിങ് വേക്കൻറ്റ് ഡ്യൂ ടു എംപ്ലോയ്മെൻറ്റ്. നമ്മൾ ആ വീടുണ്ട്, പക്ഷെ നമ്മൾ വേറെ പുറത്ത് പോയി വീട് എടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് നമ്മളെ ജോലി ആവശ്യമോ ബിസിനസ് ആവശ്യമോ താമസം മാറ്റേണ്ടി വന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് മലപ്പുറത്തൊരു വീടുണ്ട്, നമുക്ക് ജോലി മുംബൈയിലാണ്. അപ്പോൾ മലപ്പുറത്തുള്ള വീട് നമ്മൾ ഒഴിവാക്കി എന്നല്ല, അത് വേക്കൻ്റാണ്. നമ്മൾ വാടകയ്ക്ക് ഒന്ന് കൊടുക്കാൻ നമ്മൾ പോയി മുംബൈയിലൊരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് വീടിന് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് കേട്ടോ. പിന്നെ കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? പേര് തന്നെ ഉണ്ട്, മോർ ദാൻ 1 പേഴ്സൺ എന്താണ്? ഓണറായിട്ട് വരിക. മോർ ദാൻ 1 പേഴ്സൺ ഓണറായിട്ട് വരുന്നതിനാണ് നമ്മൾ കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മോർ ദാൻ 1 പേഴ്സൺ ഓണറായിട്ട് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 brothers അക്ഷയ് ആൻഡ് അതുൽ കോ ഓൺ എ ഹൗസ് ഇൻ ദ റേഷ്യോ ഓഫ് 40:60. അക്ഷയും അതുൽ 40:60 ഒരു വീട്. റെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ ഹൗസ് ഡ്യൂറിങ് ദ അസസ്മെൻറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 2 lakh. 2 ലക്ഷം കിട്ടുന്നുണ്ട്. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത് 15,000. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഹോം ലോൺ. വേറെ ഒന്നുമില്ല, ഹോം ലോണൊന്നുമില്ല. എങ്ങനെ ആനുവൽ വാല്യൂ തീരുമാനിക്കാം? അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് എത്ര? 2 lakh അല്ല. അതിന് മുനിസിപ്പൽ വാല്യൂ കുറച്ചാൽ എത്ര? 15,000 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആനുവൽ വാല്യൂ എത്ര കിട്ടും? 1,85,000 കിട്ടും. 1,85,000 പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രപ്പോർഷൻ 40:60. 1,85,000 into 40/60. അക്ഷയ് 1,85,000 into 60/100. 40/60 അല്ല, സോറി, 40/100. 60 + 40 100 ആണല്ലോ. 1,85,000 into 40/100. 1,85,000 into 60/100. അങ്ങനെ എന്താണ്? ഷെയർ, ഇൻകത്തിൻ്റെ ഷെയർ കിട്ടും. അപ്പോൾ ഓരോ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ എന്നാലും ഹൗസ് പ്രോപ്പർട്ടിൻ്റെ മെയിൻ പ്രോബ്ലത്തേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അത്രയും അതൊന്നും ക്വസ്റ്റ്യനിൽ എന്തായാലും ചോദിക്കില്ല. ഗ്രോസ് ആനുവൽ വാല്യൂ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഇങ്ങനെ കുറേ ഹൗസ് തന്നിട്ട് അങ്ങനെ കാൽക്കുലേഷൻ ഒന്നും വരാറില്ല. മൊത്തത്തിൽ ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അത്ര വരും എന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.